ലിബിയുടെ പപ്പയുടെ ചേട്ടൻ ഹോസ്പിറ്റലൈസ്ഡായി. ഇന്നലെ രാത്രിയായിരുന്നു. ഇന്നലെ രാവിലെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴും അറിഞ്ഞു. സോ അപ്പോൾ ഇന്നലെ ഞാൻ പോയി അവിടെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്നും അവിടെ പോകുന്നുണ്ട്. കാരണം ആൻറ്റീനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി. ഇന്നോ നാളെ കൂടെ അഡ്മിറ്റ് ആകേണ്ടി വരും ചിലപ്പം. ആൻറ്റീനെയും കൊണ്ട് അങ്ങോട്ട് വീട്ടിലോട്ടും പോകണം. ഇല്ല ഈ എൻ്റെ വാച്ച് എടുത്തു. ഹെൽമെറ്റ് എടുത്തോ? ഇല്ല എടുത്തോ. ഇത് അവിടെ കാണാം. അവിടെ പിന്നെ ആൻറ്റീനെയും കൊണ്ട് അങ്ങോട്ട് ആൻറ്റിയുടെ വീട്ടിലോട്ടും പോകണം. കാരണം അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കണം. സോ ഇറ്റ്സ് എ ബിസി ഡേ. ലിബീനെ സ്കൂളിൽ വന്നു. വൈകുന്നേരം അവൾ വരുമല്ലോ വിളിക്കാൻ. അവളോട് വരുമല്ലോ. ഓക്കെ, ഇനി എനിക്ക് അവർക്ക് ഫുഡ് കൊണ്ടൊക്കെ കൊടുക്കണം. പിന്നെ ആൻറ്റിയായിട്ട് അങ്ങോട്ട് പോകണം. ശരി. നമ്മളിപ്പോൾ വണ്ടാന ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ലുങ്കി ഇപ്പോൾ 2-3 ദിവസം കൂടെ കിടക്കേണ്ടി വരും എന്തായാലും. സോ അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുക. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നാളെ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ. ഉച്ചക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്ന ലൈനല്ലേ? ഫുഡ് കൊടുക്കുന്നില്ല ലൈനാണ് പുറകിൽ. കൊടുക്കുന്ന ഫ്രീ ഫുഡാണ്. പക്ഷെ അതിനേക്കാൾ ആ ക്യൂ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നടുകൂടി. അതിനേക്കാൾ നല്ല ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സമയം 2:18. ഹോസ്പിറ്റലിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയ്ക്ക് വരണം എന്തെങ്കിലും കൊണ്ട്. ഞാനിപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പോവുക. ഇപ്പോൾ എൻ്റെ കൂടെ അപ്പം വരുന്നുണ്ട്. അപ്പനെ അവിടെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് ഞാനും ജോളിയാനും കൂടെ വീട്ടിൽ പോയി ജോളിയാനും ഡ്രസ്സ് എടുത്തിട്ട് വരും. കയറി. ഇനിയിപ്പോൾ ആൻറ്റീനെ ആക്കിയിട്ട് ഇടത്തോലോട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ആൻറ്റി കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് വരുമ്പം ആൻറ്റീനെ കൊണ്ട് വീണ്ടും തിരിച്ചു പോകണം ഹോസ്പിറ്റലിലോട്ട്. അത് കഴിഞ്ഞ് ലിബീനെയും കൊണ്ട് കഞ്ഞി കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം. അങ്ങനെ ഇന്നത്തെ ദിവസം തീരും. ജസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റില്ല, അതുപോലത്തെ മഴയായിരുന്നു. സോ ഞാൻ തന്നെ കഞ്ഞിയും എല്ലാം കൊണ്ടുവന്നു. ഇന്നത്തെ ദിവസം ഫുൾ ആശുപത്രിയിലായിരുന്നു.